ബൈക്ക് വർക്ക്ഷോപ്പിൽ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ചെറുമുക്കിലാണ് തീപിടുത്തം. 26 ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിലേക്കും തീ പടർന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത്. അഗ്നിരക്ഷാസേന എത്തി നിലവിൽ തീ അണച്ചിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകും. ജംഷീർ, വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നോ? എത്ര മണിക്കൂർ എടുത്താണ് തീ അണച്ചത്? പൂർണ്ണമായും ആ വർക്ക്ഷോപ്പ് അത് തീപിടുത്തത്തിൽ നശിച്ചു എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ദിവ്യാൻ ഫിഫു, പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്ന ബൈക്കുകളെല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളത് തന്നെയാണ്. ചെറുമുക്ക് GMLP സ്കൂളിന് സമീപത്തെ ഫ്ലൈ വീൽസ് എന്ന സ്ഥാപനത്തിലാണ് രാത്രി 1:30 തീപിടുത്തം ഉണ്ടാകുന്നത്. കെട്ടിടത്തിന് മുകളിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ ശ്രദ്ധയിലാണ് ആദ്യം ഈ തീപിടുത്തം പെടുന്നത്. തുടർന്ന് നാട്ടുകാർ വിവരം അറിയിക്കുകയായിരുന്നു. പുതിയതും പഴയതുമായ ഏതാണ്ട് 26 ബൈക്കുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ചെറുമുക്ക് സ്വദേശിയായിട്ടുള്ള നീരംഗത്ത് നിയാസ് എന്ന അയാളുടെ ഉടമസ്ഥയുള്ള സ്ഥാപനമാണിത്. 4 വർഷമായിട്ടുള്ള സ്ഥാപനം തുടങ്ങിയിട്ട് തൊട്ടടുത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ മൃഗാശുപത്രിയിലേക്കും തീ പടർന്നു. ഇവിടെ മരുന്നുകളും ഏതാണ്ട് 29 വർഷത്തെ പ്രധാന റെക്കോർഡുകളും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ട്. തിരൂർ എന്നിവിടെ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുകളിൽ താമസിക്കുന്നവർ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇതുവഴി പോവുകയായിരുന്ന കരിപ്പൂരിൽ നിന്ന് വരികയായിരുന്ന യാത്രക്കാരും ചെറുമുക്ക് സ്വദേശികളായുള്ളവരും വിവരം അറിയിച്ചതിനെ തുടർന്ന് സമീപത്തെ വൈദ്യുതി ബന്ധം ആദ്യം വിച്ഛേദിക്കുകയായിരുന്നു. തുടർന്ന് താനൂരിലും തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 12:30 വരെ ഈ കടയിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. കടയ്ക്കുള്ളിൽ നിന്നല്ല, പുറത്തു നിന്നാണ് തീ പടർന്നതെന്നുള്ള ഒരു കാര്യം ഈ കടയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് തീപിടുത്തം എന്ന് സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കൃത്യമായ വിവരം ഇതുവരെ വന്നിട്ടുമില്ല. ശരി, എന്താണ് അപകട കാരണം അല്ലെങ്കിൽ തീപിടുത്തത്തിന് കാരണം എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ആ വർക്ക്ഷോപ്പും അതിൽ സൂക്ഷിച്ച് 26 ബൈക്കും കത്തി നശിച്ചു എന്നതാണ്.